ചെയ്യുമ്പോൾ ഇവിടെ m1 എന്ന് പറയുന്നത് കിലോഗ്രാമിലാണ്, അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. m2 ഗ്രാമിലാണ്, അതിന്റെ പവർ 1 വരുന്നു. ലെങ്ത് ഇവിടെ മീറ്ററിലാണ്, L2 എന്ന് പറയുന്നത് സെന്റിമീറ്ററിലാണ്, അതിന്റെ പവർ 1 ആണ്. മറ്റു ടൈം രണ്ട് സിസ്റ്റത്തിലും സെക്കൻഡ് ആയതുകൊണ്ട് അതിന്റെ പവർ -2 കിട്ടും. കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ കിലോഗ്രാമിനെ നമുക്ക് 1000 ഗ്രാം എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ഗ്രാം ടു ദി പവർ 1. മീറ്ററിനെ നമുക്ക് 100 സെന്റിമീറ്റർ എന്ന് എഴുതാം, അതിന്റെ പവർ 1 ഇട്ടു, സെക്കൻഡിൽ മാറ്റമില്ല. ഇവിടെ ഗ്രാം ക്യാൻസൽ ചെയ്തു, സെന്റിമീറ്റർ ഒക്കെ ക്യാൻസൽ ചെയ്ത ശേഷം ബാക്കി വരണത് 10⁻³ into 10⁻², which is equal to 10⁵ എന്നാണ്. n2ന്റെ വാല്യൂ 10⁵ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം 1 ന്യൂട്ടൺ ഈക്വൽ ടു 10⁵ ഡൈൻ എന്നുള്ളത്. ഇതും